എന്താണ് മക്കളെ, എന്താ ഇത്ര ആലോചിക്കുന്നത്? നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. അമ്മച്ചിയോട് പറയണം മക്കളെ, എന്താ കാര്യം? അതെ അമ്മച്ചി, നമ്മുടെ പള്ളിയിൽ പാരിഷ് ഡേ ആണ്. എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ഐഡിയയും വരുന്നില്ല. അമ്മച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? അതാണോടാ മക്കളെ കാര്യം? ആ, അമ്മച്ചിയുടെ കയ്യിൽ ഒരു ഉഗ്ര പ്രോഗ്രാം ഉണ്ട്. എന്താ അമ്മച്ചി അത്? ബൈബിൾ ബേസ് പ്രോഗ്രാം ആണോ? അത് ഞങ്ങളുടെ ഡെന്നി അച്ഛന് നിർബന്ധമാണ്. പിന്നല്ലാതെ മക്കളെ, വേഗം പറയാം അമ്മച്ചി, ഞങ്ങൾക്ക് ലളിതമായി കേൾക്കാൻ. വേറൊന്നും അല്ലട മക്കളെ, നമ്മുടെ തമ്പുരാന് വഴിയൊരുക്കാൻ, തമ്പുരാന് വഴിയൊരുക്കി തമ്പുരാന് മുമ്പേ നടന്നു നീങ്ങിയവൻ, ഞാൻ കുറയുകയും അവൻ വളരുകയും വേണമെന്ന് ശാഠ്യം പിടിച്ചവൻ, ആരുടെയും മുഖം നോക്കാതെ തെറ്റിന് തെറ്റാണെന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചവൻ, സ്നാപക യോഹന്നാൻ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കും. താഴ്വരകൾ നികത്തപ്പെടും, കുന്നുകളും മലകളും നിരത്തപ്പെടും. വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരിപഴുത്തവ മൃദുവാക്കപ്പെടും. സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണും. അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഞങ്ങൾക്ക് പിതാവായ അബ്രാഹാം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നല്ല ഫലം കഴിക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലൊഴിക്കും. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അനുതപിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കും. എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തനാണ്. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനാണ്. ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തി, എന്നാൽ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തി. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. This is my beloved Son, in whom I am well pleased. അല്ലയോ രാജ്ഞി, നിന്നെ എന്റെ ഭാര്യയായി സ്വീകരിച്ചതിൽ ഞാൻ അതീവ സന്തോഷവാനാണ്. ഇന്ന് ഞാൻ നിന്നെ എന്റെ രാജ്ഞിയായി, ഈ രാജ്യത്തിന്റെ റാണിയായി മുടിധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മന്ത്രി, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു മഹാരാജൻ. മഹാരാജൻ, നിങ്ങളെ രണ്ടാളെയും ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത് അതീവ മനോഹരമായിരുന്നു. ഹെറോദസ് രാജാവിന്റെ ഭാര്യയായ ഹെറോദിയറാണി, നിങ്ങൾ അതീവ ഭാഗ്യവതിയാണ്. അങ്ങനെ ഞാനിപ്പോൾ അതീവ സന്തോഷവതിയാണ്. പക്ഷേ അങ്ങ് ഫിലിപ്പിൽ അങ്ങയുടെ സഹോദര ഭാര്യയായി കഴിഞ്ഞ കാലം ഓർത്ത് ഞാനിപ്പോൾ ദുഃഖിക്കുന്നു. ഇനിയുള്ള എൻ്റെ ജീവിതം എനിക്ക് അങ്ങയോടൊപ്പം ജീവിക്കണം. നിന്നെ ഭാര്യയായി സ്വീകരിച്ച ഞാൻ തന്നെ ഭാഗ്യവാൻ. ഇന്നു മുതൽ നീയാണ് എന്റെ അവസാന വാക്ക്. നീയാണ് എന്റെ റാണി. അല്ലയോ മഹാരാജൻ,
അങ്ങയെ മുഖം കാണിക്കുവാനായി ഒരു സന്യാസി പുറത്തു നിൽക്കുന്നു. കടന്നു വരാൻ പറയൂ. ഈ സന്തോഷ മുഹൂർത്തത്തിൽ അങ്ങേപ്പോലുള്ള ഒരാൾ ഇവിടെ കടന്നു വന്നത് എന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. പറയൂ, എന്താണ് അങ്ങയുടെ വരവിന്റെ ഉദ്ദേശം? അല്ലയോ മഹാരാജൻ, അങ്ങ് അഭിമാനത്തോടെ രാജ്യം ഭരിക്കുക, ശാന്തിയിൽ വർത്തിക്കുക. പക്ഷേ ഭർത്താവിനെ ദുഷിച്ചു പറഞ്ഞ് അവനെ ഉപേക്ഷിച്ച് എന്റെ കൂടെ വന്ന ഇവളെ എന്തിനങ്ങയുടെ റാണിയാക്കണം? സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. നീ ആരാണ്? ഞങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കി എന്നെ അവഗണിക്കുവാനാണോ നീ വന്നിരിക്കുന്നത്? സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നു. അല്ലയോ ഹെറോദോസേ, ഇവളെ ഫിലിപ്പോസിന്റെ അടുത്തേക്ക് തിരിച്ചയക്കും. സാധ്യമല്ല. വേലി തന്നെ വിളവ് തരും. രാജാവ് തന്നെ നിയമലംഘനം നടത്തും. ദുഷ്ടനായ ഈ മനുഷ്യനെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോകൂ. പാപം വിട്ടുള്ള ജീവിതം ധന്യമാണ്. പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കും. ആരവിടെ? എനിക്കെതിരെ സംസാരിച്ച ഇവനെ ഉടൻ തന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കും. നീ എന്നെ അപമാനിച്ചതിന് ഞാൻ പകരം ചോദിക്കും. നീ നോക്കിക്കോ. അല്ലയോ മഹാരാജാവേ, അങ്ങേക്ക് ജന്മദിനത്തിന്റെ ആശംസകൾ. എന്റെ മകൾ സലോമിയും അവളുടെ കൂട്ടുകാരുമൊത്ത് ഒരു നൃത്തം അവതരിപ്പിച്ച് അങ്ങയെ സന്തോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാം റാണിയുടെ ഇഷ്ടം പോലെ. അല്ലയോ സലോമി, നിന്റെ നൃത്തം അതീവ മനോഹരമായിരിക്കുന്നു. നമ്മുടെ ജന്മദിനത്തിൽ നൃത്തം ചെയ്ത് നമ്മെ സന്തോഷിപ്പിച്ച നിനക്ക് എന്ത് പാരിതോഷികമാണ് വേണ്ടത്? എന്തും ചോദിച്ചു കൊള്ളുക. സ്വർണമോ വെള്ളിയോ എന്തിന്, ഈ രാജ്യത്തിന്റെ പകുതി പോലും ഞാൻ നിനക്ക് വാക്കു തരുന്നു. അല്ലയോ മഹാരാജാവേ, സ്വർണമോ വെള്ളിയോ എനിക്ക് വേണ്ട. പകരം എൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ആ സ്നാപകന്റെ ശിരസ് ഒരു സ്വർണ്ണ തടകയിൽ എനിക്ക് സമ്മാനമായി നൽകിയാലും. എന്ത് അഹങ്കാരിയായ നീ എന്താണ് ചോദിക്കുന്നത്? നമ്മുടെ ജന്മദിനത്തിൽ തന്നെ ആ സന്യാസ ശ്രേഷ്ഠന്റെ ശിരസ് നാം ആർത്തിടണമോ? അപ്പോൾ അങ്ങന്റെ മകൾക്ക് നൽകിയത് വെറും മോഹന വാഗ്ദാനമായിരുന്നോ? തരാൻ കഴിയാത്തത് എന്തിനങ്ങ് വാഗ്ദാനം ചെയ്തു? വാക്ക് നിറവേറ്റി രാജ്യത്തിന്റെ അഭിമാനം രക്ഷിക്കൂ മഹാരാജൻ. ആരവിടെ? ആ സ്നാപകന്റെ ശിരസ് ഉടൻ തന്നെ ഒരു തളികയിൽ ഇവിടെ കൊണ്ടുവരും. ഇതാ നീ ചോദിച്ച സമ്മാനം, കൊണ്ടുപോയിക്കോളൂ. എവിടെ? ഞാൻ കാണട്ടെ. അങ്ങ് വാക്ക് നിറവേറ്റിയോ എന്ന് നോക്കട്ടെ. എന്നെ അപമാനിച്ച ആ ദുഷ്ടന്റെ ശിരസ്
രാജ്യം കാണട്ടെ. അമ്മേ, എനിക്കിത് കാണാൻ വയ്യ. അന്ന് നീ എനിക്കെതിരായി പറഞ്ഞ വാക്കുകൾ ഇന്ന് നിനക്ക് പറയാൻ കഴിയുന്നു. കേൾക്കട്ടെ നിന്റെ ഉപദേശം. പകരം വീട്ടുമെന്ന് ഞാൻ പറഞ്ഞത് നീ മറന്നോ? അട്ടഹസിക്കുന്ന അഹങ്കാരിയായ നാരി, ഈ ലോകത്തിലെ പ്രൗഢിയും സ്ഥാനമാനങ്ങളും വെള്ളത്തിലെ കുമിളകൾ പോലെ പോയിമറയും. പാപത്തിനുള്ള പ്രേരണ നൽകിയ നിന്റെ ശരീരം കുഷ്ഠം വന്ന് നിറഞ്ഞതാകും. രാജാവേ, നിന്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടിയിരിക്കും. നർത്തകി, ഇതാ നിന്റെ ആശകൾ തകർന്നു. അമ്മച്ചി, അമ്മച്ചി. ആഹാ, എന്റെ മക്കൾ വന്നോ? ആട്ടെ, പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം അടിപൊളിയായിരുന്നു അമ്മച്ചി. Moreover that we like to proclaim the word of God, listen to his words, and always stand for him in our lives. നന്നായി മക്കളെ, അമ്മച്ചിക്ക് സന്തോഷമാണ്. തമ്പുരാന് വേണ്ടി ജീവിക്കുന്നവരാകട്ടെ എൻ്റെ മക്കൾ. തമ്പുരാനെ നന്ദി. You